إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനമുള്ള വിശ്വാസികളെ, നമ്മെ ഏറെ ഇഷ്ടപ്പെടുന്ന സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. ജീവിതത്തിൽ വിശ്വാസികൾ എന്നുള്ള രീതിയിൽ നാം ചെയ്യുന്ന ഓരോ നന്മകളും ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിലുള്ളത് ദുനിയാവിലെ ജീവിതത്തിന് ശേഷം എനിക്ക് എൻ്റെ റബ്ബിൻ്റെ അരികിൽ വളരെ സന്തോഷത്തോടു കൂടി സ്വർഗത്തിൽ പ്രവേശിക്കണം, അവിടെ ആർത്തുല്ലസിക്കാൻ സാധിക്കണം എന്ന ചിന്തയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത്. നാം കൊതിക്കുന്ന, നാം ആഗ്രഹിക്കുന്ന സ്വർഗം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇന്ന അഹദകും ഇദാ മാത ഉരിദ അലൈഹി മഖഅദഹു ബിൽ ഗദാതി വൽ അശി. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് രാവിലെയും വൈകുന്നേരവുമായി അവന്റെ ഇരിപ്പിടം കാണിച്ചു കൊടുക്കുന്ന, അത് എവിടെ വെച്ചിട്ടാണ്? ഖബർ ലോകത്ത് വെച്ചിട്ടാണ്. ഖബറിൽ ഒറ്റക്ക് കിടക്കുന്ന സമയത്ത് ഖബറിലെ ജീവിതത്തിന് ശേഷം താൻ ആസ്വദിക്കേണ്ടുന്ന ആസ്വാദനങ്ങളെ സംബന്ധിച്ച് സ്വർഗത്തിന്റെ അവകാശിയാണെങ്കിൽ ഇൻ കാന മിൻ അഹ്ലിൽ ജന്നതി ഫമിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ അവകാശിയാണെങ്കിൽ
സ്വർഗം അവനെ രാവിലെയും വൈകുന്നേരവും കാണിച്ച് അവനെ സന്തോഷിപ്പിക്കുമെന്നാണ്. ഇനി നരകത്തിന്റെ അവകാശിയാണെങ്കിൽ അവൻ ഖബറിൽ കിടക്കുന്ന സമയത്ത് അവനിക്ക് രാവിലെയും വൈകുന്നേരവും അവന്റെ ശിക്ഷയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുന്ന, എന്നിട്ട് ഫയുഖാലു ഹാദാ മഖ്അദുക ഹത്താ യബ്അഥ അല്ലാഹു യൗമൽ ഖിയാമ, എന്നിട്ട് അവനോട് പറയപ്പെടും, ഖിയാമത്ത് നാളിൽ അല്ലാഹു നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ നിന്റെ ഇരിപ്പിടം ഇതാണ്. സ്വർഗമാണെങ്കിൽ നിന്റെ ഇരിപ്പിടം ഇതാണ്, നരകമാണെങ്കിൽ നിന്റെ ഇരിപ്പിടം ഇതാണ് എന്നെയും ആ മനുഷ്യന് കാണിച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ആവശ്യപ്പെട്ടത്, ഒരു വിശ്വാസി എന്നും സ്വർഗത്തിനെ സംബന്ധിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അല്ലാഹുവേ, ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു, നരകത്തെ സംബന്ധിച്ച് ഞാൻ അഭയം തേടുകയും ചെയ്യുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഇത് എല്ലാ വിശ്വാസികളും എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് മാത്രമല്ല, മൻ സഅലല്ലാഹൽ ജന്ന സലാസ മർറാത്തിൻ ഖാലത്തിൽ ജന്നതു അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന. ഒരു വിശ്വാസിയുണ്ടല്ലോ അല്ലാഹുവിനോട് സ്വർഗത്തെ സംബന്ധിച്ച് 3 പ്രാവശ്യം ചോദിക്കുകയാണെങ്കിൽ ആ സ്വർഗം അവന് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കും. അല്ലാഹുവേ, ഈ മനുഷ്യന് നീ സ്വർഗം നൽകണമേ. വമനിസ്തിജാറ മിനന്നാരി സലാസ മർറാത്തിൻ, ആരെങ്കിലും നരകത്തെ സംബന്ധിച്ച് നരകത്തിൽ നിന്ന് രക്ഷ തേടുകയാണെങ്കിൽ 3 പ്രാവശ്യം ആവർത്തിച്ച് ആ നരകത്തിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഖാലത്തിന്നാർ, ആ നരകം പറയും, അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, അല്ലാഹുവേ, ഈ മനുഷ്യനെ ഈ നരകത്തിന്റെ ഈ ശിക്ഷയിൽ നിന്ന് നീ സംരക്ഷിക്കണമേ. ഇത് നമ്മൾ ചെയ്യേണ്ടതാണ് സഹോദരന്മാരെ. എല്ലാ ദിവസവും സ്വർഗത്തെ സംബന്ധിച്ച് അല്ലാഹുവിനോട് ചോദിക്കുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പടികൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അല്ലാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. സഹോദരന്മാരെ, നമ്മൾ കേൾക്കുന്നത് പോലെയല്ല സ്വർഗം, നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല സ്വർഗം. നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ് സ്വർഗലോകം. നമ്മുടെയൊക്കെ മനസ്സിന് ഉല്ലാസം കിട്ടാൻ വേണ്ടി പല സ്ഥലങ്ങളിലേക്കും യാത്ര പോകാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഒരു മനസ്സിനൊരു സമാധാനം ലഭിക്കാൻ. അങ്ങനെ പല പച്ചപ്പുകളും കാണുമ്പോൾ, വെള്ളച്ചാട്ടങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സുകളിലൂടെ ഓടിയെത്തുന്നതാണ് പടച്ചോനെ സ്വർഗം എന്തായിരിക്കും എന്നുള്ളത്. ആ ആസ്വാദനം കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലല്ലാഹു തആല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അഅദതു ലിഇബാദിസ് സാലിഹീൻ മാ ലാ ഐന റഅത്. എന്റെ സജ്ജനങ്ങളായ, അല്ലാഹു പറയാണ്, എന്റെ സജ്ജനങ്ങളായ അടിയാന്മാർക്ക് വേണ്ടി ഏതൊരു കണ്ണും കണ്ടിട്ടില്ലാത്തതും വലാ ഉദ്ന സമിഅത്, ഏത് കാതും കേട്ടിട്ടില്ലാത്തതും വലാ ഖതറ അലാ ഖൽബിൻ ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തതുമായ വസ്തുക്കളിതാ ആ മനുഷ്യന്റെ വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല, അതിന്റെ അപ്പുറമാണ്. നമ്മൾ കേട്ടതുപോലെയല്ല, അതിന്റെയും അപ്പുറമാണ്. സ്വർഗരാജ്യത്ത് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഓ മനുഷ്യ, നീ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നീ തേടിക്കൊണ്ടിരിക്കണം. മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. സ്വർഗത്തിൽ ഒരു ചാട്ടവാർ വെക്കാനുള്ള ഒരു സ്ഥലം ഈ ഇഹലോകത്തെക്കാളും അതിലുള്ളതിനേക്കാളും ഉത്തമമാകുന്നു. ഒരു ചാട്ടവാർ വെക്കാൻ എത്ര സ്ഥലം വേണ്ടി സഹോദരന്മാരെ? വളരെ ചെറുതല്ലേ വേണ്ടതുള്ളൂ. ആ ചാട്ടവാർ വെക്കുന്നതിനേക്കാൾ അതിലുള്ള സ്ഥലം കിട്ടിയാൽ തന്നെ
അവൻ വലിയൊരു ഭാഗ്യമാണെന്ന സ്വർഗത്തിൽ. ഈ സ്വർഗം ആർക്ക് വേണ്ടിയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു മാസക്കാലം എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് ജീവിതം മുന്നോട്ട് പോയത് സഹോദരന്മാരെ. കഴിഞ്ഞ 4 ദിവസങ്ങൾ കൊണ്ട് തന്റെ ജീവിതങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ റമളാൻ കൊണ്ട് നമ്മൾ എന്ത് നേട്ടമാണ് നേടിയിട്ടുള്ളത്? അള്ളാഹു പറഞ്ഞതുപോലെ തഖ്വയുള്ളവരായിരിക്കാം, അങ്ങനെ ആകുന്നവരായേക്കാം എന്ന് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ തഖ്വയുള്ള ആളുകൾക്ക് കൊടുക്കുന്നതാണ് സ്വർഗമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒന്നാമത്തെ കാരണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് സൂക്ഷ്മത പാലിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളതാകുന്നു സ്വർഗലോകമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ജന്നാത്തി അദ്നില്ലതി വഅദർ റഹ്മാൻ ഇബാദഹു ബിൽ ഗൈബ്. അദൃശ്യമായ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടി, അവന്റെ അടിമകൾക്ക് വേണ്ടി സ്വർഗരാജ്യം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ജന്നാത്തിൻ അദ്നില്ലതി വഅദർ റഹ്മാൻ ഇബാദഹു ബിൽ ഗൈബ്. എന്നിട്ട് അല്ലാഹ് പറയാണ് ആ സ്വർഗ്ഗത്തെ കുറിച്ചിട്ട്, ലാ യസ്മഊന ഫീഹാ ലഅവൻ ഇല്ലാ സലാമാ. ആ സ്വർഗ്ഗത്തിലേക്ക് ആ മനുഷ്യൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ വ്യർത്ഥമായ കാര്യങ്ങൾ കേൾക്കുകയില്ല, മോശമായ ഒരു വാക്കുകൾ പോലും അവൻ കേൾക്കുകയില്ല. അത് മാത്രമല്ല, അവന്റെ ജീവിതകാലം മുഴുവനും സമാധാനമായിരിക്കും. ഈ സമാധാനം ലഭിക്കാൻ, ഈ മോശമായ വർത്തമാനങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് നാം സ്വർഗത്തിന് വേണ്ടി തോടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, തിൽക്കൽ ജന്നത്തുല്ലതി നൂരിഥു മിൻ ഇബാദിനാ മൻ കാന തഖിയാ. അത് ആർക്ക് വേണ്ടിയാണ് ഈ സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്? അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, സൂക്ഷ്മത പാലിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളതാകുന്നു സ്വർഗം. അവിടെന്തെയും രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിന്റെയും സ്വർഗത്തിലുള്ള ആളുകൾക്ക് വേണ്ടി അവർക്ക് ഭക്ഷണങ്ങൾ ഒരുക്കി കൊടുക്കുന്ന. എന്തിനു വേണ്ടിയാണ് സഹോദരന്മാരെ? ദുനിയാവിൽ അവർ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്, പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്, ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ. നിർഭയ സ്ഥാനമാകുന്നു സത്യവിശ്വാസികൾക്കുള്ളത്. നിർഭയത്വമുള്ള, പേടിയില്ലാത്ത, സന്തോഷത്തോടുകൂടി കഴിയാവുന്ന ഒരു ലോകമാണ് സ്വർഗം. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ. സൂക്ഷ്മത പാലിച്ചവർ സ്വർഗത്തോപ്പുകളിലും അരുവികളിലുമായിരിക്കും. എല്ലാം കൊണ്ടും അവർക്ക് സന്തോഷമായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ റളിയല്ലാഹു ചോദിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂലിനോട്, പ്രവാചകരെ, ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകാൻ അവൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ആർക്ക് വേണ്ടി? സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാണെങ്കിൽ അത് നമുക്കും കൂടി ബാധകമാണ്. എന്താണ്? ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വല്ലാഹ് വഹുസ്നുൽ ഖുൽഖ്. ഒന്നാമത്തെ കാര്യം തഖ്വയാണ്, അല്ലാഹുവിനോടുള്ള സൂക്ഷ്മതയാണ്. ഏത് കാര്യത്തിലും, തന്റെ സംസാരത്തിൽ, തന്റെ സംസ്കാരത്തിൽ, തന്റെ നടത്തത്തിൽ എല്ലാം, കുടുംബരംഗത്തടക്കം എല്ലാ കാര്യത്തിലും സഹോദരന്മാരെ അല്ലാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയുണ്ടോ ആ മനുഷ്യന്റെ സ്വർഗമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രണ്ടാമത് പറഞ്ഞതെന്നറിയോ? വഹുസ്നുൽ ഖുൽഖ്. നല്ല സ്വഭാവം, ഏറ്റവും നല്ല സ്വഭാവം. ആ സ്വഭാവമുണ്ടെങ്കിൽ, അല്ലാഹു തൃപ്തിപ്പെട്ട സ്വഭാവമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിലാണെന്ന് വിശ്വാസിയിൽ അടയാളമായിക്കൊണ്ട് പഠിപ്പിച്ച വിഷയമാണല്ലോ. അവൻ നല്ല സൽസ്വഭാവത്തിന്റെ ഉടമയായിരിക്കും. ആ സ്വഹാബി വീണ്ടും പ്രവാചകനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഒരു മനുഷ്യരെ നരകത്തിൽ പ്രവേശിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് പ്രവാചകനോട് ചോദിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളത് ഒന്ന് അവന്റെ വായയും അവന്റെ ഗുഹ്യസ്ഥാനവുമാണ്. ഇത് രണ്ടും മോശമായാൽ
അവന് നരകത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച വിഷയമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ നാവ്, അല്ലേ? ഒരു മാസക്കാലം നമ്മൾ എത്ര ഗൗരവത്തിലാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഒരു മനുഷ്യനെ പോലും ചീത്ത വിളിച്ചില്ല. ആ ചീത്ത വിളിക്കാതിരുന്നപ്പോൾ, ഒരാളെയും പറ്റിക്കാതിരുന്നപ്പോൾ, ഒരാളെയും മോശമായി പറയാതിരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കുളിർമ അത് വേറെ തന്നെയാണ് സഹോദരന്മാരെ. ആ കുളിർമ കിട്ടണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയും അതേപോലെ തന്നെയാണ് സൽസ്വഭാവവും കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കണം. രണ്ടാമത്തെ വിഭാഗം ആളുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, പരീക്ഷണങ്ങൾ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. പലതരത്തിലുള്ള പരീക്ഷണങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും. പലതരത്തിലും ഒരുപക്ഷെ അവന്റെ രോഗം കൊണ്ടായിരിക്കും പരീക്ഷിക്കുക, മക്കളെ കൊണ്ടായിരിക്കും പരീക്ഷിക്കുക, ഭാര്യയെ കൊണ്ടും ഭർത്താവിനെ കൊണ്ടും പരീക്ഷണങ്ങൾ ഉണ്ടായെന്ന് വരാം, അല്ലെങ്കിൽ അടിക്കടെയുള്ള മരണങ്ങൾ ഉണ്ടായെന്ന് വരാം, കച്ചവട സ്ഥാപനത്തിലെ നഷ്ടങ്ങൾ ഒരുപക്ഷെ ഉണ്ടായെന്ന് വരാം. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇബ്നു ആദം ഇൻ സബർത വഹ്തസബ്ത ഇൻദ സദമത്തിൽ ഊലാ ലം അർള ലക സവാബൻ ദൂനൽ ജന്ന. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന സമയത്തും അവൻ ആദ്യഘട്ടത്തിൽ ക്ഷമിക്കുകയാണെങ്കിൽ, എല്ലാവരും ചെയ്യലെന്താണെന്നറിയോ? എല്ലാവരോടും ചൂടാകുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. അവസാനം അവനു തന്നെ തോന്നുകയാണ് ഇത് പാടില്ലായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്കല്ല, ആദ്യഘട്ടത്തിൽ തന്നെ ക്ഷമയോടുകൂടി ആ പരീക്ഷണങ്ങളെ തരണം ചെയ്യുന്ന മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നത് സ്വർഗ്ഗമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രയാസങ്ങളും പരീക്ഷണങ്ങളും കൂടെ ഉണ്ടായിരുന്ന സമയത്ത് സ്വഹാബികൾ റസൂലിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, കാണുന്നില്ലേ പ്രവാചകരെ, കാണുന്നില്ല റസൂലേ, ഞങ്ങൾ എത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രയാസം എന്താണ് സഹോദരന്മാരെ? ഏതാണവർ ശരീരത്തിന്റെ പല സ്ഥലങ്ങളിൽ മുറിവേറ്റിരിക്കുന്ന പട്ടിണി പാപങ്ങളായിരിക്കുന്ന സ്വഹാബികൾ വന്നുകൊണ്ട് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറയിലെ 214-ാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാണ്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബസാഉ വൽളറാഉ വസുൽസിലു ഹത്താ യഖൂല الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. ഈ ആയത്താണ് റസൂൽ ഓതി കൊടുത്തത്. ആർക്കാണ്? പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ ഇസ്ലാമിന് വേണ്ടി പ്രയാസങ്ങൾ അനുഭവിച്ചിരിക്കുന്ന സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ല, നിങ്ങൾ വെറുതെ സ്വർഗം കിട്ടുമെന്ന് വ്യാമോഹിക്കുകയാണോ? നോക്കിയട്ടെ, വെറുതെ സ്വർഗം കിട്ടുമെന്ന് വ്യാമോഹിക്കുകയാണോ? നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ആളുകൾ പലരും പല പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ള മനുഷ്യരാണ്. ഈ ഇസ്ലാം സ്വീകരിച്ച കാരണം കൊണ്ട് അവരിലെ ഒരു മനുഷ്യനെ നേരെ നിർത്തിക്കൊണ്ട് 2 ഘട്ടങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് റസൂൽ ചോദിക്കുന്നത്. ആരോടാ ചോദിക്കുന്നത്? ശരീരത്തിൽ മുറിവേറ്റിരിക്കുന്ന സ്വഹാബികളോട്. ഒരു മനുഷ്യനെ നേരെ നിർത്തിക്കൊണ്ട് ആ മനുഷ്യന്റെ ശരീരത്തിലെ മാംസളങ്ങൾ ഇരുമ്പ് ചീർപ്പുകൾ കൊണ്ട് വാർന്നെടുത്തുകൊണ്ട് വെറും എല്ലുകൾ മാത്രമായിരിക്കുന്ന മനുഷ്യർ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ക്ഷമിക്കാൻ കഴിയണം. ഈ മതത്തിന് വേണ്ടി, ഈ ദീനിന് വേണ്ടി, ഈ ആദർശത്തിന് വേണ്ടി ക്ഷമിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗമല്ലാതെ വേറൊന്നുമില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരന്മാരെ, ഒരിക്കൽ അതാ ഇബ്നു അബീ റബാഹ റളിയല്ലാഹു അദ്ദേഹം പറയാണ്, ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു വന്നുകൊണ്ട് എന്നോട് ചോദിക്കുകയാണ്, അലാ ഉരീക ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു സ്ത്രീയെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ? ഒരു സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു സ്ത്രീയെ കുറിച്ചിട്ട്. അപ്പോൾ ആ സഹാബി പറഞ്ഞു, അതെ, കാണിച്ചു തരണം. അപ്പൊ ഈ സഹാബി പറയുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു കറുത്ത സ്ത്രീ വന്നുകൊണ്ട് പറഞ്ഞു, റസൂലേ, എനിക്ക് രോഗമാണ്,
അപസ്മാരകമാണ്. അത് ഒഴിവായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപസ്മാരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ഞാൻ നിലത്ത് വീഴുന്ന സമയത്ത് എൻ്റെ ഔറത്തുകൾ പുറത്ത് കാണാറുണ്ട്. റസൂലേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പറയുകയാണ്, ഇൻ ശിഅതി സബർതി വലക്കൽ ജന്ന. നീ ക്ഷമിക്കുകയാണെങ്കിൽ, നോക്കിയട്ടെ, നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗ്ഗമുണ്ട് പെണ്ണേ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറയാണ്, അള്ളാഹുവിന്റെ റസൂലേ, എൻ്റെ രോഗത്തിന് ഞാൻ ക്ഷമിച്ചുകൊള്ളാം, പ്രയാസമില്ല. പക്ഷേ എൻ്റെ ഔറത്ത് വെളിവാകുന്നത്, മറ്റുള്ളവർ കാണുന്നത് ഞാൻ ലജ്ജിക്കുന്നുണ്ട് റസൂലേ. അതുകൊണ്ട് അത് ഒഴിവായി കിട്ടാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുവെന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. സഹോദരന്മാരെ, ജീവിതത്തിൽ ഒരു രോഗമുണ്ടായ സമയത്ത് ചികിത്സിക്കണ്ട എന്നല്ല പറഞ്ഞത്, ചികിത്സിക്കണം. ആ ചികിത്സ ഭേദമാകുന്നത് വരെ ക്ഷമിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾക്കാണ് സ്വർഗ്ഗമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ വിഭാഗം, സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മൂന്നാമത്തെ വിഭാഗത്തെ കുറിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകളെ, സഹോദരിമാരെ, നിങ്ങളാണ് ഈ കാര്യത്തിൽ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത്. റസൂൽ പറഞ്ഞു, നിസാഉകും മിൻ അഹ്ലിൽ ജന്ന. സ്വർഗത്തിലേക്ക് പോകുന്ന സ്ത്രീകളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ, അൽ വദൂദ് വൽ വലൂദ് അൽ അഊദു അലാ സൗജിഹാ. മൂന്ന് കാര്യങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. എന്താണെന്നറിയോ? സ്വർഗത്തിൽ പോകുന്ന സ്ത്രീകൾ കൂടുതൽ സ്നേഹമുള്ള സ്ത്രീയാണ്, തൻ്റെ ഭർത്താവിനോട് കൂടുതൽ സ്നേഹമുള്ളവർ. ശ്രദ്ധിക്കണം സഹോദരിമാരെ, കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെയാണ്. രണ്ടാമത് പറഞ്ഞത് എന്താണെന്നറിയോ? രണ്ടാമത് പറഞ്ഞത് കൂടുതൽ പ്രസവിക്കുന്നവൾ, അവൾക്ക് സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മൂന്നാമത് പറഞ്ഞത് ഭർത്താവിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ളവൾ. ഈ മൂന്ന് കാര്യങ്ങളുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സ്വർഗമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എത്രയോ ഹദീസുകൾ കൂടെ കാണുവാൻ സാധിക്കും സഹോദരന്മാരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു വദൂദിൻ വലൂദിൻ ഇദാ ഖലബത് ഔ ഉസിയ ഇലൈഹാ ഔ ഖളിബ സൗജുഹാ ഖാലത് ഹാദിഹി യദി ഫീ യദിക ലാ തഹലു ബിഗിമലിൻ ഹത്താ തർലാ. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ കൂടുതൽ സ്നേഹിക്കുന്ന, സേവിക്കുന്ന, അവൻക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ത്രീ, കൂടുതൽ സ്നേഹിക്കുന്നവൾ, അതേപോലെ തന്നെ കൂടുതൽ പ്രസവിക്കുന്നവൾ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഭർത്താവുമായി തെറ്റി നടക്കുന്ന ഒരു സ്ത്രീ, അവൾ പറയാണ്, ഇതാ എൻ്റെ കരം ആ ഭർത്താവിന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറയാണ്, ഞാനെന്തില്ല, എൻ്റെ ഈ കരം ഇവിടുന്ന് എടുക്കുകയില്ല. നിങ്ങൾ എന്നുമായി സംസാരിക്കുന്നത് വരെ അകന്നു നിൽക്കാനല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ രാത്രി ഉറങ്ങുമ്പോൾ വരെ ഭർത്താവിനോട് സംസാരിക്കാത്ത, ഭർത്താവിനോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എത്രയോ സ്ത്രീകളെ കാണുവാൻ സാധിക്കില്ല സഹോദരന്മാരെ. എത്രയോ ഭർത്താക്കന്മാർ അനാഥരായി തീരുന്നില്ലേ? പല ആളുകളുടെയും കൂടി ഒളിച്ചോടി പോകുന്നില്ലേ? അവർക്കുള്ളതല്ല സ്വർഗം. തന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖൽ ജന്ന. ഒരു ഭർത്താവിന്റെ സ്നേഹം കിട്ടി തൃപ്തിപ്പെട്ടുകൊണ്ട് മരിക്കുന്ന സ്ത്രീക്ക് എന്താണ്? സ്വർഗ്ഗാണെന്ന. എൻ്റെ സഹോദരിമാരെ, തൻ്റെ ഭർത്താവിനോട് ചോദിക്കാൻ കഴിയണം, നിങ്ങൾ എന്നെ തൃപ്തിപ്പെട്ടുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ മനസ്സിലാകും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ പിണക്കമുണ്ടായി നിൽക്കുന്ന ആളുകളായി തീരുന്ന സഹോദരന്മാരെ, അത് ഒരുപക്ഷെ നമ്മുടെ സ്വർഗ്ഗത്തിന് തടസ്സമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത് ശഹറഹാ വഹസ്സനത് ഫർജഹാ വഅതാഅത് സൗജഹാ ഖീല ലഹാ ദുഖുലിൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഅത. എൻ്റെ സഹോദരിമാരെ, ഇത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങൾ നിർവഹിക്കുകയും റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുകയും അവളുടെ മുഖ്യാവയങ്ങൾ കാത്തു സൂക്ഷിക്കുകയും തന്റെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ അവളോട് പറയപ്പെടും, ഇദ്ഖുലിൽ ജന്ന മിൻ അയ്യി അബ്വാബി ജന്നത്തി ശിഅത.
നീ ഇഷ്ടമുള്ള സ്വർഗത്തിന്റെ കവാടത്തിലൂടെ നിങ്ങൾ പ്രവേശിക്കുക. ഇത് ആർക്കുള്ളതാണ്? ഭർത്താവിനെ അനുസരിക്കുന്ന, ഭർത്താവിനെ ഇഷ്ടപ്പെടുന്ന, ഭർത്താവിന്റെ തൃപ്തി കരസ്ഥമാക്കി മരണപ്പെടുന്ന ആളുകൾക്കുള്ളതാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരിമാരെ, നമ്മൾ ശ്രദ്ധിക്കണം ഈ വിഷയം. നാലാമത്തെ വിഭാഗം ആളുകൾ, സ്വർഗത്തിലേക്ക് പോകുന്ന നാലാമത്തെ വിഭാഗം ആളുകൾ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന ആളുകളാണ്. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വമ്പിച്ച പുണ്യമുള്ള കാര്യമായിട്ടാണ് സഹോദരന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ ഒരു വിഭാഗം ആളുകൾക്ക് നാശം എന്ന് പറഞ്ഞു. എന്തേ? ആവർത്തിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പറഞ്ഞു. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, മൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് അവർ? ആ നാശം വിധിച്ച ആളുകൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അദ്റക വാലിദൈഹി ഇൻദൽ കിബ്രി അഹദുഹുമാ ഔ കിലൈഹിമാ സുമ്മ ലം യദ്ഖുലിൽ ജന്ന. പ്രായമായ മാതാപിതാക്കളെയും ഒരാളെയോ അല്ലെങ്കിൽ രണ്ടുപേരെയോ സംരക്ഷിക്കാനുള്ള അവസരം കിട്ടിയിട്ടും സ്വർഗത്തിൽ പ്രവേശിക്കാത്തവൻ, അവനെന്താണ്? വലിയ നാശത്തിലാണെന്ന് പറഞ്ഞത്. നമ്മൾ ചിന്തിക്കുക, പ്രായം ചെന്ന നമ്മുടെ മാതാപിതാക്കളില്ലേ? പ്രായം ചെല്ലാത്ത മാതാപിതാക്കളില്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ ഒരു മക്കളുടെ സ്നേഹം കിട്ടാൻ വേണ്ടി കൊതിക്കുന്നവർ, പണമല്ല അവർക്ക് വേണ്ടത്, ചെക്കല്ല അവർക്ക് വേണ്ടത്, നമ്മുടെ സ്നേഹമാണ് വേണ്ടത്. ആ മക്കളുടെ സ്നേഹമാണ് വേണ്ടത്. അവരെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരു വലിയൊരു നഷ്ടമായിരിക്കും. അത്തരം ആളുകൾക്ക് സ്വർഗം തടസ്സമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലേ? 10 മക്കളെ പോറ്റാൻ ഒരു ഉമ്മയും ഉപ്പയും, പക്ഷേ ഒരു ഉമ്മയും ഉപ്പയും നോക്കാൻ 10 മക്കൾക്കും സാധിക്കുന്നില്ലെങ്കിൽ അവൻ ദുനിയാവിൽ ജീവിച്ചത് കൊണ്ട് എന്ത് കാര്യമാണ് ഉണ്ടായിത്തീരുക എന്നുകൂടി സഹോദരന്മാരെ നമ്മൾ ഓർക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഈ സ്വർഗം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അതേപോലെ തന്നെയാണ് 5ാമത്തെ കാര്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സൽപ്രവൃത്തിയിലായിരിക്കെ ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വാസത്തിലായിരുന്നാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അല്ലാഹനെ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാഹ് കൈവിടൂല, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി അവൻ ജീവിതം ഈ ദുനിയാവിൽ നിന്ന് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാണ്. വമൻ സാമ യൗമ ഇബ്തിഗാഅ വജ്ഹില്ലാഹ് ഖുതിമ ലഹു ബിഹി ദഖലൽ ജന്ന. ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ട് ഒരു ദിവസം നോമ്പനുഷ്ഠിക്കുകയും അതോടുകൂടി അവൻ അന്ത്യം കുറിക്കുകയും ചെയ്താൽ അവൻ സ്വർഗമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. 3ാമത്തത്, വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഖാഅ വജ്ഹില്ലാഹ് ഖുതിമ ലഹു ബിഹാ ദഖലൽ ജന്ന. ഒരു മനുഷ്യൻ സ്വതക്ക ചെയ്തിട്ട്, തന്റെ അവസാന സ്വതക്കയും ചെയ്തിട്ട് അവൻ അതോടുകൂടി മരിച്ചാൽ, അല്ലേ? ഇന്നൊരു സ്വതക്ക ചെയ്താൽ, ഒരു 100 രൂപ കൊടുത്താൽ, സ്വതക്കയായി കൊടുത്താൽ, ഒരു പക്ഷേ വീട്ടിലെത്തുന്നതിന് മുമ്പായി മരിച്ചാൽ സഹോദരന്മാരെ ഈ 100 റബ്ബിലേക്ക് എത്തും. ആ നിയ്യത്തോടു കൂടി അവൻ സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയമാണ്. അതുകൊണ്ട് ഇത്തരം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെയാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമുക്കറിയാം, ഷവ്വാലിലെ 6 നോമ്പുകൾ സാധിക്കുന്ന ആളുകൾക്ക് ഈ 6 നോമ്പുകൾ സഹോദരന്മാരെ അനുഷ്ഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. മൻ സാമ റമളാന ثم അത്ബഅഹു 6 മിൻ ശവ്വാൽ കാന കസിയാമി ദഹർ. ഒരാള് റമളാനിലെ നോമ്പനുഷ്ഠിക്കുകയും റമളാനിലെ പൂർണ്ണമായ നോമ്പനുഷ്ഠിക്കുകയും പിന്നെ ശവ്വാലിലെ 6 നോമ്പ്, ആ 6 നോമ്പ് എങ്ങനെയാണ് എടുക്കുക? ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ശവ്വാൽ 2 മുതൽ അങ്ങനെയുള്ള തുടർച്ചയായിട്ടുള്ള 6 ദിവസം. ഇനി അതിന് സാധിക്കാത്ത ആളുകളാണെങ്കിൽ സഹോദരന്മാരെ ഇടവിട്ടിട്ടോ അല്ലെങ്കിൽ ശവ്വാൽ തീരുന്നതിന് മുമ്പായിട്ട് ആ 6 നോമ്പുകൾ സാധിക്കുന്ന ആളുകളൊക്കെ അനുഷ്ഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ അവൻ ഒരു വർഷക്കാലം നോമ്പനുഷ്ഠിച്ച പുണ്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു നന്മയാണ്. അതുകൊണ്ട് ഈ സുന്നത്തും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചുമാറാകട്ടെ.
ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദുല്ലാഹ്. സ്നേഹമുള്ള വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഇസ്ലാമിൻ്റെ തുടക്കം മുതൽ തന്നെ എന്നും പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിലും ഇന്നും എല്ലാ സമയത്തും ഇസ്ലാമിക വിശ്വാസത്തെ ഭയപ്പെടുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാ ആളുകൾക്കും നമ്മുടെ വിശ്വാസത്തെയാണ് ഭയം. കാരണം ഈ വിശ്വാസം ഏതൊരു വിശ്വാസത്തെയും അതിജീവിക്കാനുള്ള കഴിവുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷം കഴിയുന്നതനുസരിച്ചുകൊണ്ട് പഠന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന, ഇസ്ലാമിന്റെ വിമർശകന്മാർ പോലും കടന്നു വരുന്ന കാലഘട്ടമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, പല സന്ദർഭങ്ങളിലും പഴയ കാലഘട്ടം മുതൽ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്നും ഈ ആശയത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിലും ഇന്നും ഈ ആശയങ്ങളെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഒരു സമയത്ത് പൗരത്വ ഭേദഗതി ബില്ല്, അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് പലതും പറയുകയാണെങ്കിലും ലക്ഷ്യം വെക്കുന്നത് മുസ്ലിങ്ങളെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനത്ത് ഒരു ആഘോഷമുണ്ടായ സമയത്ത് ആ ആഘോഷമുള്ള സ്ഥലങ്ങളിലൊക്കെ മുസ്ലിം പള്ളികൾ ടാർപ്പായ പൊതിഞ്ഞുകൊണ്ട് നിന്നു. എന്തുകൊണ്ടാണത്? എന്നിട്ട് പറയുന്നത് അവരുടെ അക്രമങ്ങൾ മുസ്ലിം പള്ളികൾക്ക് നേരെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന്. അതൊരു വെള്ളിയാഴ്ച ദിവസമാണ്, അതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും അന്ന് പള്ളിയിൽ പോകാതെ വീട്ടിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കുക. ഇതൊരു വിശ്വാസമാണ് സഹോദരന്മാരെ. ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ മാറ്റാൻ സാധിക്കുന്നതല്ല. നമ്മുടെ പെരുന്നാളും നോമ്പുകളും നമുക്ക് മാറ്റുവാൻ സാധിക്കുമോ? നമ്മുടെ ഹജ്ജ് മാറ്റുവാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ സക്കാത്ത് മാറ്റിവെക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. അതൊക്കെ ഒരു മതത്തിന്റെ വിശ്വാസമാണ്, അത് അള്ളാഹു പഠിപ്പിച്ച കാര്യമാണ്. ഇപ്പോൾ നമ്മളൊക്കെ പെരുന്നാൾ ആഘോഷിച്ചു, ഏതെങ്കിലും മറ്റു മതസ്ഥരുടെ ആരാധനകൾ ടാർപോളിട്ട് മൂടേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? മുസ്ലിങ്ങൾ അങ്ങനെയുള്ള ആളുകളല്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഒരു ആദർശങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അന്യമതസ്ഥരായിട്ടുള്ള ആളുകളുടെ ആരാധനാലയങ്ങളെ കയ്യേറുവാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ച വിഷയമാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ വഖഫിന്റെ ഒരു പ്രശ്നമുണ്ടായ സമയം. എന്താണ് യഥാർത്ഥത്തിൽ? ചില ആളുകൾക്കെങ്കിലും വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്തവരുണ്ട്. അത് എന്തെങ്കിലും നടന്നോട്ടെ എന്നുള്ളതാണ്. അല്ല സഹോദരന്മാരെ, വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാള് ഒരു വസ്തു അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യുകയാണ്. ഒരാള് ഒരു 10 സെന്റ് അല്ലെങ്കിൽ ഒരു ഏക്കർ സ്ഥലം ഇന്ന് പള്ളിക്ക്, ഇതാ എന്റെ വക ഈ പള്ളിക്ക് വഖഫ് ചെയ്യാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാഖിഫിന് പോലും, വഖഫ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് പോലും അത് മാറ്റാൻ അധികാരമില്ല. അത് അടിച്ചു വെച്ചതാണ്. അത് ഇസ്ലാമിക വിശ്വാസമാണ്. ഇനി അയാൾ മരണപ്പെട്ടാലോ അയാളുടെ മക്കൾക്ക് പോലും അതിൽ അധികാരങ്ങളില്ല. ഇത് എന്റെ ഉപ്പ തന്നതാണ് എന്ന് പറയാൻ അധികാരമില്ല. അത് വഖഫ് ചെയ്യപ്പെട്ടതാണെങ്കിൽ അത് അങ്ങനെ തന്നെ നിലനിൽക്കേണ്ടതുണ്ട്. അത് ഇസ്ലാമിക വിശ്വാസം അങ്ങനെ തന്നെയാണ്. ആരാണ് ഈ വഖഫുകൾ കൈകാര്യം ചെയ്യേണ്ടത്? മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിങ്ങളല്ലാത്ത ആളുകളല്ല. മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ ആരാധന കാര്യങ്ങൾ, അവരുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് ആരാണ്? മുസ്ലിങ്ങളല്ല, അത് അവർ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ എന്തുകൊണ്ട് ഈ വഖഫിന്റെ വിഷയത്തിൽ മാത്രം ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നു? ഇതൊക്കെ മുസ്ലിങ്ങളുടെ വിശ്വാസങ്ങളെ ഭയപ്പെടുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി
വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രവാചകനെ മാർഗദർശനവും യഥാർത്ഥ മതവുമായി കൊണ്ട് അയച്ചിട്ടുള്ളവനാണ്. ഒരു പ്രവാചകൻ അയച്ചു, പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? സത്യമായിട്ടുള്ള ഒരു ആദർശം കൊണ്ട് എല്ലാ മതത്തെക്കാളും അതിനെ അതിജീവിപ്പിച്ച് പ്രത്യക്ഷപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഈ മതം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം എന്താണ്? അള്ളാഹു പഠിപ്പിച്ച മതമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അത് ബഹുദൈവ വിശ്വാസികൾക്ക് വെറുപ്പായാലും ഈ ആദർശത്തോട് വെറുപ്പായാലും ശരി, അത് ഒരിക്കലും തകർന്നു പോകുന്ന ആദർശമല്ല എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട വിശ്വാസം എന്താണെന്നറിയും സഹോദരന്മാരെ? ഈ ഇസ്ലാമിക ആദർശങ്ങൾ നമ്മുടെ നെഞ്ചിലേറ്റാൻ സാധിക്കണം. വികാരമല്ല നമുക്കുണ്ടാവേണ്ടത്, വിവേകമാണ് ഉണ്ടാവേണ്ടത്. ഇസ്ലാമിനെ കുറിച്ചുള്ള കൃത്യമായ പഠനം നമ്മൾ നടത്തണം. ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും ആ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ തൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ സാധിച്ചാൽ സഹോദരന്മാരെ, അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ വിജയം നമ്മുടെ മുമ്പിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രാർത്ഥിക്കുക നമ്മുടെ ആദർശം എന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കാൻ. ഖിയാമത്ത് നാൾ വരെ ഈ ആദർശം നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ ആദർശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ആലോചിക്കണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് സ്വർഗം എന്ന് വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമ്മെ പഠിപ്പിച്ച വിഷയമാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങൾ നീ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകണമേ. ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും മറ്റു വിഭാഗം ആളുകൾ നരകത്തിലേക്കും പോകുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകണമേ. കഴിഞ്ഞ ഒരു മാസക്കാലമായി നമ്മൾ ചെയ്തിരിക്കുന്ന സൽപ്രവർത്തനങ്ങൾ അല്ലാഹുവേ ഞങ്ങൾ കബൂൽ ചെയ്യുമാറാകണമേ. ആ തഖ്വയോടുകൂടി ജീവിതത്തിന്റെ അവസാനം വരെ കാത്തു സൂക്ഷിക്കുവാൻ അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖും മനസ്സും നൽകി അനുഗ്രഹം ചെയ്യുമാറാകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.